നമസ്കാരം. ISIS എന്ന ആഗോള ഭീകര സംഘടനയിലേക്ക് ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം ആളുകൾ പോയിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. അതായത് ആ, ഇന്ത്യക്കാരായി, അതായത് ആ സംഘടനയിലേക്ക് ഭീകരപ്രവർത്തനത്തിനായി, ജിഹാദിലേക്ക് ഇന്ത്യക്കാരായി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈ പോയിട്ടുള്ളവരിൽ 99% മലയാളികളാണ്. കേരളത്തിൽ നിന്നാണ് ഇത്രയധികം ആഗോള തീവ്രവാദ സംഘടനയിലേക്ക് ഭീകരവാദ റിക്രൂട്ട്മെൻറ്റ് നടന്നിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള ഭീകരവാദ സംഘടനകൾ ഇത്തരം റിക്രൂട്ട്മെൻറ്റിന് വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല, പല അനുബന്ധ സംഘടനകളും മുസ്ലിം തീവ്രവാദ സംഘടനകളാണ് എന്ന് തോന്നിക്കാത്ത തരത്തിലുള്ള പല സംഘടനകളും ഇത്തരത്തിലുള്ള തീവ്രവാദത്തിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് അയച്ചിട്ടുണ്ട്. യുവാക്കളാണ്, ആണുങ്ങൾ മാത്രമല്ല. യുവതികളടക്കം ലവ് ജിഹാദിൽ പെട്ട അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന കെണിയിൽപ്പെട്ട അന്യമതസ്ഥർ ആയിട്ടുള്ള യുവതികളടക്കമുള്ളവർ ഇത്തരത്തിൽ ISISലേക്ക് പോയിട്ടുണ്ട്. അതിൽ ചില അനുഭവ കഥകളാണ് കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു ചലച്ചിത്രമായി വന്നതും. ആ കേരള സ്റ്റോറി, ആ ചിത്രത്തിൻ്റെ സംവിധായകനും നിർമ്മാതാവുമെല്ലാം കേരളം എന്ന സംസ്ഥാനത്തെ അപമാനിക്കാൻ വേണ്ടി ഇറക്കിയതാണ്, അതിൽ വസ്തുതയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ ഈ പറയുന്ന മതതീവ്രവാദ സംഘടനകളും എല്ലാം പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. കേരളത്തിൽ ഇത്തരത്തിൽ തീവ്രവാദ റിക്രൂട്ട്മെൻ്റ് ഒന്നും നടക്കുന്നില്ല, ഇവിടെ മതേതരത്വത്തിൻ്റെ വലിയ നാടാണ്, ഇവിടെ തീവ്രവാദമൊന്നുമില്ല എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ, സഖാക്കളടങ്ങുന്ന ആളുകളാണ് ഈ ചിത്രം കാണേണ്ടത്. ഇത് മറ്റാരുമല്ല, മുഹമ്മദ് സാജിദ് എന്ന മലയാളിയാണ്. മുഹമ്മദ് സാജിദ് 2020 മുമ്പ് ISISലേക്ക് പോയ ആളാണ്. അവിടെ പോയി ISISൻ്റെ പരിശീലനം നേടി വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. കാബൂളിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ, ആ ബോംബ് സ്ഫോടനം ഒരു ചാവേർ ആക്രമണമായിരുന്നു. ഒരു സിഖ് ഗുരുദ്വാരയ്ക്ക് അരികിലാണ്, അല്ലെങ്കിൽ ആ ഗുരുദ്വാരയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം നടന്നത്. 25 സിഖുകാരാണ് അന്ന് അവിടെ ഈ ആക്രമണത്തിൽ മരിച്ചത്. ആ ആക്രമണത്തിൽ സൂയിസൈഡ് ബോംബർമാരിൽ ഒരാളായി പൊട്ടിത്തെറിച്ചത് ഈ പറയുന്ന മലയാളിയായിട്ടുള്ള മുഹമ്മദ് സാജിദാണ്. മുഹമ്മദ് സാജിദിനെ ഇപ്പോൾ ഏതാണ്ടൊരു പ്രവാചകനാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രമടക്കം ഇപ്പോൾ ISISൻ്റെ പുതിയ മാഗസീനിൽ അയാളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ISIS ഇപ്പോൾ ആദ്യമായിട്ടല്ല മുഹമ്മദ് സാജിദിനെ ഈ ഒരു വലിയ പോരാളിയായിട്ടും അതുപോലെ തന്നെ വിശുദ്ധ യുദ്ധം നടത്തിയ ആളായിട്ടുമൊക്കെ, വീരനായിട്ടുമൊക്കെ ചിത്രീകരിക്കുന്നത്. നേരത്തെ മുജാഹിദായിട്ട് അദ്ദേഹത്തെ നേരത്തെ തന്നെ ചിത്രീകരിച്ചിരുന്നതാണ്. ഇപ്പോഴിതാ ISISൻ്റെ മാഗസീൻ്റെ പുതിയ ലക്കത്തിലും സാജിദ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മതേതര മലയാളിക്ക് ഒരിക്കൽ കൂടി അഹങ്കരിക്കാൻ വകയുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ISISൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. സത്യത്തിൽ ആഗോള ഭീകരവാദ സംഘടനകൾക്ക് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണോ എന്ന് സംശയിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാഗസീനുകൾ ഇനിയും വരട്ടെ എന്ന് തന്നെ പലരും ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഭീകരവാദ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഏജൻസികളെയെല്ലാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ റഡാറിലാക്കി കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് എന്ന് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ഭീകര സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞു. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് മറ്റു പല രൂപങ്ങളിലും പ്രവർത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മുടെ യുവാക്കൾ 100% സാക്ഷരത എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇത്തരത്തിൽ ISISലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആവലാതിപ്പെടാൻ ഇവിടെ ഒരു മാധ്യമവും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകയും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ 100% ലിറ്ററസി നേടുന്ന അല്ലെങ്കിൽ പ്രബുദ്ധ മലയാളി എന്ന് പറയുന്നവർ ഈ കുംഭമേളയ്ക്ക് പോയി അവിടെ പുണ്യസ്നാനം നടത്തുന്നതിലാണ് അവിടെ വലിയ പ്രശ്നമായി പലർക്കും അനുഭവപ്പെടുന്നത്. പക്ഷേ ഇത്തരത്തിൽ ആടുമേയ്ക്കാനായി, അന്യമതസ്ഥരെ കൊന്നൊടുക്കാനായി, ഇസ്ലാം അല്ലാതെ മറ്റാരും ഇവിടെ ജീവിക്കണ്ട, അതിനുവേണ്ടി മറ്റെല്ലാവരെയും കൊന്നൊടുക്കണം എന്ന വിശ്വാസത്തിന് അടിമപ്പെട്ട് വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും വലിയ ഭാവിയുള്ള ഡോക്ടർമാരും വക്കീലന്മാരും എഞ്ചിനീയർമാരും ഒക്കെ ആകേണ്ട വ്യക്തിത്വങ്ങൾ, യുവാക്കളാണ് ഇത്തരത്തിൽ ഈ പറയുന്ന അന്ധവിശ്വാസത്തിന് അടിമപ്പെട്ട് രാജ്യത്തിന് പുറത്തേക്ക് നിയമവിരുദ്ധമായി പോയി ആഗോള തീവ്രവാദ സംഘടനകളിലൊക്കെ പോയി പരിശീലനം നേടി സ്വയം പൊട്ടിത്തെറിക്കുന്നത്. ഇതിനെക്കുറിച്ച് സഹതപിക്കാനോ ഇതിനെക്കുറിച്ച് ഒരു സ്റ്റോറി ചെയ്യാനോ ആരും തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം ഇവിടെയാണ് ഇരിക്കുന്നത്. അല്ലാതെ കുംഭമേളയിൽ പോയി കുളിച്ചു വരുന്നത് വലിയ പ്രശ്നമായി കാണുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ തീർച്ചയായും അത് തുടരുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com.
അയൺ ബിൽഡ്, ഗുജറാത്ത്.